ഐഡിയസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അതായത് എൻ്റെ ഈ ഒരു കരിയറിൽ, അതായത് ഞാൻ ഈ പഠിപ്പിച്ച് തുടങ്ങിയ കാലം തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്തേത് വരെ എൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും മനസ്സ് സൂക്ഷിക്കുന്ന, ആളുകളോട് ഷെയർ ചെയ്യാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ഒരു പാരൻറ്റ്. ഞാൻ ഒരുപാട് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പാരൻസ് എന്നോട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാരൻറ്റിനെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. പേര് ഞാൻ മെൻഷൻ ചെയ്യില്ല. അതായത് ഒരു 8-9 ഒരു 2014 ഇത് കറക്റ്റ് 2014 ഒരു ദിവസം ഞാൻ സയൻസ് സെൻ്ററിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഞായറാഴ്ച ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു രക്ഷിതാവ്, ഒരു ഒരു പർദ്ദയൊക്കെ ഇട്ടുള്ള ഒരു ഉമ്മ ഓഫീസിൽ വരികയാണ്. ആ അമ്മ ഓഫീസിൽ വന്നിട്ട് ഓഫീസിലെ സ്റ്റാഫിനോട് പറഞ്ഞു ആർജനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പേരനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാര്യം എന്ന് അറിയാണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവരോട് കുറച്ച് തിരക്കിലാണ്, മറ്റാരെങ്കിലും കണ്ടോളാൻ പറഞ്ഞപ്പോൾ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവർ പറ്റില്ല, എനിക്ക് ആർജനെ തന്നെ കാണണമെന്ന് പറഞ്ഞു, ആർജെ സാറിനെ തന്നെ കാണണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് കൊണ്ട് ഇരുത്തി അവരോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഇന്ന കുട്ടീൻ്റെ പാരൻ്റാണ് ഇന്ന ക്ലാസ്സിലുള്ള, എന്ത് ചെയ്യണം, രക്ഷിതാവാണ്, എനിക്ക് ആ കുട്ടീനെ നിങ്ങളൊന്ന് വിളിക്കണം, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞോ കുട്ടീനെ? മാഷാദ്യ കുട്ടീനെ ഒന്ന് വിളിക്കി, എന്നിട്ട് ഇവിടെ നിൽക്കട്ടെ, മോളെ വിളിക്കും, മോള് ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മോളെ വിളിച്ച് അവൾ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവളോട്. അപ്പോൾ ആ പാരൻ്റ് പറഞ്ഞു ഇരിക്കണം, അവിടെ നിൽക്കാൻ പറഞ്ഞു, എൻ്റെ സൈഡിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്നു. അപ്പം ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പം എന്നോട് ചോദിച്ചു, മാഷെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ്, അതായത് അന്ന് അവർ വളരെ ഒരു റൂറൽ ഏരിയയിൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ അത് രീതിയിൽ തന്നെയുള്ള ഒരു ലാംഗ്വേജാണ് അവരെന്ത് ചെയ്ത് എന്നോട് ഉപയോഗിച്ചത്. പക്ഷെ ഞാനത് നിങ്ങളോട് കുറച്ചും കൂടെ ഹസ്ബൻഡ് എന്നൊക്കെ പറയും, ഹസ്ബൻഡ് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബഹ്റൈനിലാണ്, ഇന്ന ജോലിയാണ്, വളരെ ചെറിയ ശമ്പളം കിട്ടുന്നുള്ളൂ. എനിക്ക് 4 മക്കളാണ്. ഞങ്ങൾക്ക് മൂത്ത ആളെ ഞാൻ പഠിപ്പിച്ചു, ഡിഗ്രി കഴിഞ്ഞാൽ എന്തെങ്കിലും മാഷെ പഠിക്കുക, ഞാൻ പറഞ്ഞു PG, അതും പഠിച്ചു. PG എന്തായിരുന്നു ഇവളോട് ചോദിച്ചു, മൈക്രോബയോളജി എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവളെ കല്യാണം കഴിച്ചു, അവൾ ജോലി ചെയ്യുന്നുണ്ട്, അവളുടെ ഭർത്താവ് ഗൾഫിൽ ഇന്ന പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. 2ാമത്തെ ആള് BTechന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ. 3ാമത്തെ ആള് മടപ്പള്ളി കോളേജിൽ BComന് പഠിക്കുകയാണ്. 3ാമത്തത് ആൺകുട്ടിയാണ്, BComന് പഠിക്കുകയാണ്. 4ാമത്തെ ആളാണ് ഇവള്, ഏറ്റവും ഇളയത് എന്നുള്ള ഒരു പരിഗണന കൊടുത്തിട്ടാണ് ഞാൻ ഇവളെ വളർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വളർത്തിയത് കൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷേ എന്നോട് ഇപ്പം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം എന്നോട് പറയുന്നില്ല. സ്കൂൾ പരീക്ഷ കഴിഞ്ഞു, ക്വാർട്ടർലി എക്സാം കഴിഞ്ഞപ്പോൾ പല പരീക്ഷകൾക്കും മാർക്ക് കുറവായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവളെന്താണെന്ന് വെച്ചാൽ, ഈ ഉമ്മ പഠിക്കുന്ന കാലത്തുള്ള സിസ്റ്റം അല്ല ഇപ്പോഴേ, ഒരുപാട് മാറ്റങ്ങളുണ്ട്, അതുകൊണ്ട് ഉമ്മക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഉമ്മേനോട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഉമ്മ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടിട്ട് അങ്ങ് പോടുന്നതാണ് എന്നോട് സ്കൂളിൽ എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കിത് അറിയണം. പക്ഷേ അതായത് എന്നോട് ചോദിക്കുകയാണ്, ആ പാരൻ്റ് എന്നോട് ചോദിക്കുകയാണ്, പക്ഷെ 100ൽ 100 മാർക്ക് കിട്ടിയാൽ ഇന്ന് ഫസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണ് 99 കിട്ടിയാൽ അതിൻ്റെ നേരെ താഴെയുള്ള ഒരാളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുവരെ 15 20 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫെയിലാണ്, തോറ്റിട്ടുണ്ട്. എൻ്റെ മോക്ക് കണക്കിൽ 70ൽ 17 മാർക്കാണ് നിലവിൽ, ഫിസിക്സിൽ 12 മാർക്കാണ്. പാസ്സായിട്ടുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ഇരുത്തത്തിൽ നമ്മ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ആ കുട്ടിയുടെ മുഖം അട്ടക്കി ഒരു അടി കൊടുക്കുക ഇത് സ്പോട്ടിൽ. ഇത് ഇവിടുന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയുടെ കുറച്ച് പേഴ്സണലായിട്ട് അവളുടെ കുറച്ച് കാര്യങ്ങളും കൂടെ എന്നോട് ഡീറ്റെയിൽ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഈ രീതിയിലുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് വളർത്താൻ ഞാൻ തയ്യാറല്ല. എനിക്ക് 4 മക്കളുണ്ട്, 4 ആളെ, ഇവള് 7 മണിക്ക് ഇവിടെ ക്ലാസ്സിന് വരണമെങ്കിൽ ഞാൻ പെണ്ണായ ഞാൻ 5:40 വീട്ടിൽ നിന്ന് ടോർച്ച് എടുത്തിട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ 1 കിലോമീറ്ററിനടുത്ത് നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിച്ച് അവൾ ബസ് കയറി പോയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം നോക്കണം. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷേ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ അനുസരിക്കണം, ഞാൻ പറയുന്നതേ ഇവിടെ അനുസരിക്കാവൂ. കാരണം അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഞാനും ഇവിടെ വാപ്പയും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചെന്തില്ല, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ പഠിക്കണം. എൻ്റെ കുട്ടി എൻ്റെ ക്ലാസ്സിൽ അവൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒന്നാമതായിരിക്കണം. ഒന്നാമതാവണമെന്നില്ല, മേലെ വരണം. അവൾക്ക് കൃത്യമായിട്ടുള്ള ഇവള് ഡോക്ടർ ആവണമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി ഇവളെ മൂത്ത ആളുകളും പറയുന്നത് ഇവളെ ഡോക്ടർ ആക്കണം എന്നാണ്. ഇവളിങ്ങനെ പോയ ഡോക്ടർ പോയിട്ട് പാസ്സാകുക പോലും ഇല്ല മാഷെ. അതുകൊണ്ട് ഇത് ഇവിടുന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വല്ലാതെ അങ്ങ് സമാധാനിപ്പിച്ചു ആ പാരൻറ്റിനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ്. കാരണം ഇങ്ങനെ ഒരു പാരൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പ്. പല പാരൻസ് നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയും. പല പാരൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയും, കുട്ടികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പാരൻസ് നമ്മളോട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് സ്ഥിരമായിട്ട്, ഞാനിവിടെ വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കുട്ടിയോട് പറയരുത് എന്ന് പറയും. കാരണം കുട്ടികളെ പേടിക്കുകയാണ് പാരൻസ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യണം മാഷ് ചോദിക്കണം, ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, പറ്റുമെങ്കിൽ മാത്രം.
അപ്പൊ ഞാൻ ആകെ പേടിച്ചു, ഇങ്ങനെ ബിഹേവ് ചെയ്ത ഒരു കുട്ടി എങ്ങനെയാ തിരിച്ച് വീട്ടിലേക്ക് പോവാ. അപ്പൊ അതിന്റെ കൂടെ ഈ ഉമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവള് എന്ത് ചെയ്യുന്നു, പോയിട്ട് ട്രെയിനിന് തലവെക്കുവോ അല്ലെങ്കിൽ എന്റെ പോയിട്ട് തൂങ്ങി മരിക്കുവോ പുഴയിൽ തുള്ളുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് ദിവസം എൻ്റെ മോള് നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടം അല്ലാത്ത എനിക്ക് പടച്ചോ 3 വിധിച്ചിട്ടുള്ളൂ എന്ന് ഞാനങ്ങ് തീരുമാനിക്കും. ഇതാണ് എൻ്റെ തീരുമാനം. ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. ഇവളെ മുമ്പ് നാളെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട്, ഇവരെ കൂടെ ഞാൻ കളിക്കാനിരിക്കുന്നുണ്ട്, ഇവരോട് ഞാൻ എല്ലാ ദിവസവും കഥ പറയുന്നുണ്ട്, ഉപ്പാടെ കഷ്ടപ്പാട് മുഴുവൻ ഞാൻ ഇവരോട് ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ചെയ്താലും ഞാൻ ഇവർക്ക് ഇതിന്റെ നല്ല വശങ്ങൾ മുഴുവൻ എന്നെ കൊണ്ട് പറ്റാതെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രക്ഷിതാവായ എനിക്ക് നിർബന്ധമായിട്ടും എൻ്റെ കുട്ടി ഞാൻ വിചാരിച്ച പോലെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞി കുറേ സംസാരങ്ങളുണ്ടായി. ലാസ്റ്റ് ഞാൻ ഇവരോട് വീട്ടിൽ പോകാൻ കുട്ടീനെയും കൂട്ടി വീട്ടിൽ പോകണമെന്നാണ്. അപ്പം എന്നോട് വേണ്ട, ഓള് വന്നോട്ടെ, വീട്ടിലേക്ക് വന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പിന്നെ അപ്പോൾ എനിക്കൊരു പേടിയായി, കാരണം ഉമ്മ പോവുകയും ചെയ്ത് ഇവിടെ ലേറ്റായിട്ട് വീട്ടിലെത്തിയില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവൂലേ. അപ്പൊ എന്നോട് അത് മനസ്സ് വായിച്ച പോലെ എന്നോട് പറയണം, പക്ഷേ ഓള് തിരിച്ച് വീട്ടിലെത്തിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പേരൊന്നും പറയൂല കേട്ടോ, നിങ്ങളെ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളെ പേര് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളൂ. അപ്പോൾ നിങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടി. ഇത്ര ചെറിയ വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു പാരന്റ് അത്. അപ്പം ഞാൻ അങ്ങനെ അന്ന് വിട്ടു. അതൊരു എനിക്ക് തോന്നുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ ഈ പാരന്റ് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ഓഫീസ് എന്നോട് സ്റ്റാഫ് ഇങ്ങനെ പറയുന്ന കുട്ടീൻ്റെ പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഒരു ജനുവരി മാസമായപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഒരു ഞായറാഴ്ച രാവിലെ ഒരു 11:30-12 മണിക്ക് എനിക്ക് പേഴ്സണൽ നമ്പറിലേക്ക് ഒരു കോൾ വരികയാണ്. എന്നോട് ചോദിച്ചു, വിളിച്ച് ഞാൻ ഫോൺ എടുത്തു. എൻ്റെ അടുത്ത് വേറെ നമ്പർ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു. അപ്പം എന്നോട് മാഷിൽ നിന്ന് സെൻട്രൽ ഉണ്ടാവുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ. വൈകുന്നേരം വരെ ഉണ്ടാവുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടാവും. എന്നാൽ ഞാനിന്ന് വൈകുന്നേരം ഒരു 3:30 ആകുമ്പോഴത്തേക്ക് മാഷെ കാണാൻ പറ്റൂലേ എന്ന് വെച്ചു. ഉണ്ട്, ഞാനുണ്ട്. അമ്മോളവിടെ ക്ലാസ്സിലുണ്ടേന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ വരികയാണ് 3:30 വന്ന്, എനിക്ക് ക്ലാസ് ഫ്രീ ആയിരുന്നു, ഞാൻ ഓഫീസിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് കയ്യിൽ, ഒരു വില കൂടിയ ഡ്രസ്സാണ്. എൻ്റെ മോള് കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ഇന്ന ടെക്സ്റ്റൈൽസ് നിന്ന് നോക്കിയിട്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചൊരു ഡ്രസ്സാണ്. അന്ന് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓള് കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ് പഠിക്കുമ്പം ഉപയോഗിക്കുന്ന ബാഗാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ പുതിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കൂടെ ഒരു വലിയൊരു കൂട് നിറയെ സ്വീറ്റ്സും ഉണ്ട്. ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം മാഷ് എൻ്റെ മോക്ക് ക്ലാസ് കൊണ്ട് കൊടുക്കണം. കാരണം അരക്കൊല്ല പരീക്ഷേൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ മോള് സ്കൂൾ ക്ലാസ്സിലെ 1ാം റാങ്കാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്ര എന്ത് ചെയ്തിട്ടില്ല, സന്തോഷം. ഇപ്പോൾ പറയുമ്പോൾ നമ്മളെ കണ്ണ് അറിയും. അങ്ങനെയുള്ള ഒരു പാരന്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വാ, നിങ്ങൾ ക്ലാസ് കയറിയിട്ട് നിങ്ങൾ കൊടുക്കണം, എന്ത് ചെയ്യണം. ഞാൻ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതൊരു വലിയ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ കുറേ കുട്ടികളും കൂടെ അതിൽ നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ബ്രീഫ് ചെയ്തു. ഞാൻ പറഞ്ഞു ശിക്ഷിക്കേണ്ട സമയത്ത് ഈ പാരന്റ് ശിക്ഷിച്ചു, അപ്രീസിയേഷൻ കൊടുക്കേണ്ട സമയത്ത് ഗംഭീരമായിട്ടുള്ള അപ്രീസിയേഷൻ ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് ആ ഉമ്മ മകൾക്ക് എന്ത് ചെയ്യാണ്, ഗിഫ്റ്റ് കൊടുത്തു. കുട്ടികൾക്ക് ഉള്ള സ്വീറ്റ്സ് കുട്ടികൾക്കൊക്കെ എത്തിച്ചു. കുറേ പേരുണ്ടായിരുന്നു. അത് ലഡു ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തു, എല്ലാവർക്കും എത്തിക്കുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി ആ ഉമ്മയും മകളും തിരിച്ചുപോയി. ആ കുട്ടി ഫസ്റ്റ് ചാൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിയുകയും പോണ്ടിച്ചേരി ജിപ്പറിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പം കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്തു. ഈ നാട്ടിലെ വടകരേൻ്റെ റിമോട്ട് ഏരിയയിൽ നിന്ന് ഒരു കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ എത്താനുള്ളതിൻ്റെ 99.99% ക്രെഡിറ്റും ആ പാരന്റിന് ഒരാൾക്കാണ്. എത്ര രക്ഷിതാക്കൾ ഈ ഒരു തീരുമാനത്തിലെത്തും? എൻ്റെ ചോദ്യം അത്. ഒരുപാട് രക്ഷിതാക്കളെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നിരവധി രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാരന്റ്, ഈ കുട്ടിയുടെ എല്ലാം അതിലൊരു രക്ഷിതാവ്. ആ രക്ഷിതാവാൻ നിങ്ങളും അതേപോലെ എന്ന് പറയൂലെങ്കിലും കുറച്ചെങ്കിലും എന്ത് ചെയ്യണം, ആ രക്ഷിതാവിൻ്റെ റോൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾ മോശമായി പോവില്ല. നമ്മളെ മക്കൾ വേറെ ഒരു വഴിയിലും എന്ത് ചെയ്യൂല, ഇടറി പോവില്ല. അവരെ താങ്ങി നിർത്താനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ അപ്രീസിയേഷൻ കൊടുക്കേണ്ട സമയത്ത് മാക്സിമം അപ്രീസിയേഷൻ കൊടുക്കാനും അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും അവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ കുട്ടി എന്ത് ചെയ്യൂല, ഒരു കാലത്തും നമ്മളുടെ ഇടയിൽ നിന്ന് പോവില്ല. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പം നമുക്ക് വീണ്ടും കാണാം.